Okay. First design എന്താണെന്ന് വെച്ചാൽ in certain situations user requires extra length for their mobile charger cable, but offering extra cable length become an issue while normal usage. Develop a design to effectively solve this problem. Question മനസ്സിലായോ? In certain situation again chat boxൽ ഞാൻ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ചാറ്റ് ബോക്സിലുള്ളവർ ചാറ്റ് ബോക്സിൽ നോക്ക്, അല്ലാത്തവർ നോക്കി ഇവിടെ. ഇൻ സർട്ടൺ സിറ്റുവേഷൻസ് യൂസർ റിക്വേഴ്സ് എക്സ്ട്രാ ലെങ്ത് ഫോർ ദെയർ മൊബൈൽ ചാർജർ കേബിൾ, but offering extra cable length became an issue while normal usage. Develop a design effectively solve this problem. A hint: adjustable cable length, avoid entanglement of cable. Okay, design ചെയ് ഫാസ്റ്റ്, അധികം സമയം എടുക്കരുത്, ഒരു 5 minutes. സ്കെച്ച് പക്ഷേ പ്രോപ്പറായി ഇരിക്കണം കേട്ടോ. ഞാൻ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കും, അവർ എന്തായാലും വരഞ്ഞിട്ടുള്ള ഡിസൈൻ ഒന്ന് കാണിച്ചു തരണം. അല്ലാത്ത ആൾക്കാർ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചു കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ചാറ്റ് ബോക്സിൽ. ഇയർഫോണിൻ്റെ അതേ കേസ് അല്ലേ? ഓക്കെ, സേമസ് ആണ്. നീ ഡിസൈൻ ചെയ്തോ? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇയർഫോൺ ആണെങ്കിൽ ഇപ്പോൾ ബ്ലൂടൂത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വന്നു. ഓക്കെ, ഇപ്പോൾ വയർലെസ് ചാർജിങ്ങിലും കുറേ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നോർമൽ ഒരു കേസ് പറഞ്ഞു, അവരതിൽ കിൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇൻ സർട്ടൻ സിറ്റുവേഷൻ. കിൻസ് എന്താ പറഞ്ഞിരുന്നത്? അഡ്ജസ്റ്റബിൾ കേബിൾ ലെങ്ത്, അവോയ്ഡ് എൻടാങ്കിൾമെന്റ് ഓഫ് കേബിൾ. ഡു ഫാസ്റ്റ്. ഡു ഫാസ്റ്റ്. കംപ്ലീറ്റ് ചെയ്തവർ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കേ. സാർ ഒരു സ്പ്രിങ് പോലെ അതിങ്ങനെ വലിക്കും വലിയും. കംപ്ലീറ്റ് ചെയ്താ നോക്കട്ടെ ഡിസൈൻ. ഒരു സെക്കൻഡ്. ഓക്കെ, കാണിക്ക്. ഓക്കെ, നോർമൽ ചാർജറാണ്, പക്ഷെ വയറിന്റെ കേബിൾ സ്പ്രിങ് ആക്കി അല്ലേ? ഓക്കെ, ഗുഡ്. പറ. വേറെ ലിഖിത്. സാറേ നോക്കുന്നുണ്ട്, വരക്കാം. ആ സാർ പേര് പറയൂ. പിഞ്ചാണ് അമൻ. ഓക്കെ, ആ കാണിച്ചോ. ഇത് സാധാരണ ഇപ്പൊ ഒരു നോർമൽ യൂസ് ചെയ്യുന്ന ഒരു വയറ് പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു എലാസ്റ്റിക്കിന്റെ ഒരു ബോക്സ് ഉണ്ടാവും. അതിന്റെ ഉള്ളില് കുറച്ചും കൂടെ വേറെ എക്സ്ട്രാ സ്റ്റോറേജ് വെച്ച് ഉണ്ടാവും. നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അവിടേക്ക് ഒന്ന് വലിച്ചാൽ ആവശ്യമുള്ളത് പുറത്തേക്ക് വരും. പിന്നെ ആവശ്യം കഴിഞ്ഞാല് പഴയ തന്നെ ഇതാക്കാനും പറ്റും. ഓട്ടോമാറ്റിക് റോളിംഗ് തന്നെ അവിടെ ചെയ്യും. ഇതേപോലെ സെയിം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അമല് പറഞ്ഞു നിഖാല. നിഖാലിന്റെ സെയിം ഡിസൈൻ ആണോ? ഡിസൈൻ ഉണ്ടോ നോക്കട്ടെ. നിഖാൽ എവിടെയാ? നിഖാൽ സെയിം ആണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ബട്ടൺ സിസ്റ്റം. ഗുഡ്. ആ പിന്നെ നിഖാൽ ആ പാർട്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടാ. പിന്നെ ആരാ? ഷബിൻ. ഷബിൻ എവിടെ? ഷബിൻ. ഓക്കെ, ഷബിൻ എക്സ്പ്ലെയിൻ. സാറേ ഇപ്പൊ നിശാന്തം പറഞ്ഞാൽ പറ്റുന്നേ, പക്ഷെ ഇതിന്റെ അകത്ത് ഓൾറെഡി നമുക്കിപ്പോ മൊബൈലിൽ കിട്ടുന്ന അത്ര ലെങ്ത് ഉണ്ടാവും. അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടാവും അവിടെ ബോക്സിന്റെ അകത്ത് പുഷ് ചെയ്യണ്ടേ. അതിന് എത്തിയിട്ടാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം.
അല്ലാണ്ട് ഓൾറെഡി ഒരു ലെങ്ത് ഓൾറെഡി ഉണ്ടാവും ഫിക്സ് ആയിട്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടാവും, അത് യൂസ് ചെയ്യാം. എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഞെക്കിയിട്ടാകുമ്പോൾ അടുത്ത് വരും പുഷ്. ഓക്കെ, പാർട്സ് മാർക്ക് ചെയ്യണം കേട്ടാ. ഓക്കെ. വേറെ ആരൊക്കെയാ? വിഷ്ണു 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 കംപ്ലീറ്റ് ആയിട്ടില്ല. നീ കംപ്ലീറ്റ് ആയതരം മതി, കാണിക്ക് നോക്കട്ടെ. പോയി. സെവിൻ. സാർ എന്റേത് ഏകദേശം അമലിന്റെയും നിഹാലിന്റെയും പോലെ തന്നെ. ആ സെയിം മോഡലാണ്. അപ്പോൾ വേറെ ആൾട്ടർനേറ്റീവ് ഡിസൈൻ എന്ന് പറയുന്നത് ഒന്ന് അഭിനവ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേറെ അതല്ലാതെ വേറെ ഡിസൈൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതല്ലാതെ വേറെ ആരെങ്കിലും? പ്രിൻസ്. ഓക്കെ, പ്രിൻസ് ആണ് ചെയ്. ബാക്കിയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ഡിസൈൻ ലൈൻ ബ്രേക്ക് ഇല്ല, ലൈൻ ബ്രേക്ക് ആവണുണ്ട്. ഹലോ, പറഞ്ഞോ കേൾക്കുന്നുണ്ട്. ഇല്ല, വോയിസ് ബ്രേക്ക് ആവണുണ്ട്. ഓക്കെ, ഹലോ. ഓക്കെ ആണ്, പക്ഷെ നിന്റെ ഇമേജ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നോക്കാം. വേറെ നിവേ, നൂഹ സാലിക്. നിവേദയ. എന്റെ അമലിന്റെ പോലെ തന്നെയാണ്. സെയിം മോഡലാണ്. ഓക്കെ, വേറെ ഡിസൈൻ, വേറെ സെപ്പറേറ്റ് ഡിസൈൻ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇതുവരെ വന്നിട്ടില്ലാതെ രണ്ട് ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ, പ്രോപ്പർ ഡിസൈൻസ്. ഓക്കെ, ബാക്കിയുള്ള ഒരു ഡിസൈൻ വ്യത്യാസമായിരുന്നു, ബാക്കിയുള്ള 4 ഡിസൈൻ സെയിം ആയിരുന്നു. വേറെ വെറൈറ്റീസ് എന്തെങ്കിലും? നബീൽ സാർ അതന്നെ ഈ ബട്ടണുള്ളത് ബട്ടൺ. ടക്കിങ് ചെയ്ത്. ഓക്കെ, മുഹമ്മദ് സാലിഖ്. സാർ ആ എൻ്റെത് ഞാൻ പിന്നെ ഒരു മിനിറ്റ്. ഇമേജ് ഫാസ്റ്റ്. ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചാലും മതി. സാർ ഇതാണ്. എക്സ്പ്ലെയിൻ. ഇതില് പിന്നെ ഈ വയറിന്റെ ഓരോ ഭാഗത്തായിട്ട് മാഗ്നറ്റിക്കിന്റെ സംഭവം ഉണ്ടാവും. അപ്പോൾ അത് റൗണ്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് റൗണ്ടിൽ ചെറുതായിട്ട് കിട്ടും, മാഗ്നറ്റിക് കണക്ട് ആയിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അത് വളരെ ചെറിയ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ വലിയ ലെങ്ത് ചെറിയ റൗണ്ടിൽ തന്നെ കിട്ടും. ലെങ്ത് വേറെ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ആണല്ല, ഇതില് മാഗ്നറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ എത്ര ലെങ്ത് ആണെങ്കിലും ആവശ്യത്തിനുള്ള വയർ മാത്രമേ പുറത്തു വരുള്ളൂ. വയർ ബാക്കിയുള്ളത് കണക്ട് ആയിട്ട് അവിടെ നിൽക്കും. ഓക്കെ, ഗുഡ്. വേറെ നന്ദ.
പിന്നെന്താ? പോയി. മിഥുൻ. സാർ എന്റതും അഭിനവിന്റെ സെയിം ആണ്, സ്പ്രിംഗ് പോലെ. സെയിം ആണ്. മിൻഹാജ്. സർ എന്റേത് ഒരു പവർ ബാങ്ക് സിസ്റ്റം, പവർ ബാങ്കും കേബിളും കണക്ട് ആയിട്ടുള്ളതാണ്. അപ്പോ കേബിള് യൂസ് വയർ ചാർജ് ചെയ്യുമ്പോ കേബിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, പിന്നെ പവർ ബാങ്ക് യൂസ് ചെയ്യാം. ക്യാപ്സ്യൂൾ ടൈപ്പ് ആണോ? രണ്ടും ഇല്ല, പവർ ബാങ്ക് ടൈപ്പ് ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് ചാർജർ ആക്കിയില്ല, വേണമെങ്കിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യുക. പവർ ബാങ്ക് ചാർജ് ചെയ്ത ശേഷം വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ വയർ കിടക്കും. ഇത് വയർ വലിച്ചാല് വയർ പുറത്തു വരുന്ന രീതി. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മതി. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന് എന്താണെന്ന് വെച്ചാൽ, മോഡിഫൈ എ കാർ ഫോർ ദ യൂസ് ബൈ ഡിഫറൻ്റ്ലി ഏബിൾ പേഴ്സൺ ഹാവിങ് ഓൺലി വൺ ലെഗ്. ഓക്കെ, ഓൾറെഡി സാധനം മാർക്കറ്റിലുണ്ട്. നിങ്ങളുടെ തിങ്കിങ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മോഡിഫൈ എ കാർ ഫോർ ദ യൂസ് ബൈ ഡിഫറൻ്റ്ലി ഏബിൾ പേഴ്സൺ ഹാവിങ് ഓൺലി വൺ ലെഗ്. മനസ്സിലായ? ഓക്കെ, കാറില് നമ്മൾ ലെഗ് യൂസ് ചെയ്യേണ്ടത് എത്ര സാധനങ്ങളാണ് ലെഗ് യൂസ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യാം? 3 മൂന്നെണ്ണം. എന്തൊക്കെയാണ്? ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഓൺലി വൺ ലെഗ് ആണല്ലേ? ഡിഫറെന്റ് ഏബിൾ പേഴ്സൺ ആണ്, ഓൺലി വൺ ലെഗ് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഡിസൈൻ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുക? ഓട്ടോമാറ്റിക് ആക്കിയാ പോലെ. ഏത് ഗിയർ മാത്രമേ? അത് ഗിയർ മാത്രമല്ലടാ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒരു കാലിനെ കൊണ്ട് ബ്രേക്ക് ആക്സിലേറ്റർ മാറ്റി മാറ്റി ചവിട്ടിക്കൂടെ? ഓട്ടോമാറ്റിക് ആവശ്യം വരില്ല. ഓക്കെ, ഓട്ടോമാറ്റിക് ഗിയർ. വേറെ ചോയ്സസ് സിമ്പിൾ ആയിട്ട്? ഓക്കെ, സിമ്പിൾ ഒന്നും ഓക്കെയാണ്. ഓട്ടോമാറ്റിക് ഗിയർ വയ്ക്കാം. സാർ ഏതെങ്കിലും ഒന്ന് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആക്കിയപ്പോ. കയ്യിൽ വെച്ച് എന്തൊക്കെയാ ചെയ്യുക അപ്പോ? സ്റ്റിയറിംഗ്, ക്ലച്ച്ലെസ് ഗിയർ ഷിഫ്റ്റിംഗ്, ഗിയർ ബിഹൈൻഡ് സ്റ്റിയറിംഗ് വീൽ. എങ്ങനെയാണ് സാർ? പണ്ടത്തെ പാല് എന്ന് പറഞ്ഞ കാർ ഓർമ്മയില്ല സാറിന്? അതിന്റെ ബാക്കിലല്ലേ ഗിയർ ഉള്ളത്? ഇപ്പൊ വരുന്ന സ്പോർട്സ് കാറിനെല്ലാം ബാക്കിലുള്ളത്. പിന്നെ ക്ലച്ച്ലെസ് ഗിയർ ഷിഫ്റ്റിംഗ് ആയ പിന്നെ ഒരു കാലം ഫ്രീ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒന്ന് ആക്സലറേഷൻ ഒന്ന് ബ്രേക്കിന് കൊടുത്തൂടെ? ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. ഇത് നബീൽ എന്താ പറഞ്ഞ ലിമിറ്റേഷനാ? IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ പുതിയതാ. ക്ലച്ച് ഇല്ല, പക്ഷെ ഗിയർ ഉണ്ട്. പിന്നെ ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ എടുത്തത് ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, റീസെന്റ് ആയിട്ട് വന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് അവർ എന്താ ചെയ്യണം അറിയോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതി വിത്ത് സ്കെച്ചോടെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും കാറിന്റെ സ്കെച്ചൊക്കെ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ മിനിമം നിങ്ങൾക്ക് എത്ര മിനിറ്റ് വരും? എന്തായാലും ഫുൾ അല്ല, നമുക്ക് അവർ എന്താണ് ഡ്രൈവറിന്റെ പൊസിഷൻ അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡ്രൈവർ പൊസിഷൻ വരച്ചാൽ മതി. മനസ്സിലായ? ഡ്രൈവർ പൊസിഷൻ വരച്ച ശേഷം എന്താണ് ക്ലിയർ പാർട്സ് മാർക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അതില്. മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസൈൻ എ പൈപ്പ്ലൈനിങ് നെറ്റ്വർക്ക് ഫോർ റീയൂസ് ഓഫ് വാട്ടർ ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എനേബിളിംഗ് വാട്ടർ കൺസർവേഷൻ. സ്കെച്ച് ദ ഡിസൈൻ. ഇതൊരു 5 minutes എടുത്ത് ഫാസ്റ്റ് ആയിട്ട് സ്കെച്ച് ചെയ്യാനുള്ള എബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും എന്താണ് 14 മാർക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, ഡിസൈൻ എ പൈപ്പ്ലൈനിങ് നെറ്റ്വർക്ക് ഫോർ റീയൂസ് ഓഫ് വാട്ടർ ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ എനേബിളിംഗ് വാട്ടർ കൺസർവേഷൻ. സ്കെച്ച് ദ ഡിസൈൻ. എനിക്ക് തോന്നുന്നു സ്കൂളിംഗ് ടൈമിൽ മുതൽ നോക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ സ്കെച്ച്. ഒരു സെക്കൻഡ്. ഡിസൈൻ എ പൈപ്പ്ലൈൻ
for reuse of water in a residential building, enabling water conservation. ഇതിന്റെ സ്കെച്ച് വരയ്ക്കാൻ പോകുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ വീട്ടിന്റെ ഫുൾ സാധനമല്ല, നമുക്ക് എന്താണ് ഈ നെറ്റ്വർക്ക് ലെയർ പോലാണ് ഈ പൈപ്പ് ലൈനിങ്ങിന്റെ വർക്ക് പോവുക അല്ലെ. അപ്പൊ ഈ പൈപ്പ് ലൈനിങ്ങിന്റെ മോഡലാണ് എന്താണ് ചെയ്യുക, ഈ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയേണ്ടത് സ്കെച്ച് ചെയ്ത്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഞാൻ ക്വസ്റ്റ്യന് പേസ്റ്റ് ചെയ്യാം. യാദവ് ഈ ഡിസൈൻ കാണിക്കണം കേട്ടാ. യാദവ് ഈ ഡിസൈൻ കാണിക്കേണ്ട ആൾക്കാർ പറയാൻ ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും ചോദിക്കും. യാദവ്, പിന്നെ രാം, സാരംഗ്, സഫീൽ, ഷിഷ്ഹാജ്. ടു ഫാസ്റ്റ്. Design a pipeline in network for reuse of water in a residential building, enabling water conservation. Sketch the design. Complete ആയവർക്ക് മെസ്സേജ് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. കംപ്ലീറ്റ് ആയാ? യാദവ് നോ. ഡു ഫാസ്റ്റ്. ബാക്കി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്താ? റാസി, റാസി കംപ്ലീറ്റ് ചെയ്താ? റാസി ഷിഷ്കാജ്, ഷിഷ്കാജ് കംപ്ലീറ്റ് ചെയ്താ? ഇല്ല. സെവിൻ, no. അഭിനവ് ചെയ്താ? കംപ്ലീറ്റ് ചെയ്താ അഭിനവ്? ഇല്ല സാർ. അനുപമ സർ? ചെയ്താ? ഇല്ല സർ. ഫാസ്റ്റ്. അനൈന? No. അഭിഷേക്? അഭിഷേക്? ഇല്ല സാർ, ആയില്ല. വരക്കോ? ആ ഓക്കെ. അശ്വിൻ? അല്ല സാറേ, വരയ്ക്കാം. അരോമൽ? അരോമൽ? No. അർബിത്? ഫാസ്റ്റ് വരയ്ക്കേ. റാസി കംപ്ലീറ്റ് ചെയ്താ? റാസി?
റാസി ഇല്ല സാർ കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ഇപ്പൊ എനിക്ക് ഏരിയ എന്റെ റേഞ്ച് കട്ടായി പോയി. ഫാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? ഇത് ഇത്ര സമയമായി, 10 മിനിറ്റ്സിന്റെ മുകളിലായി. നിഹാൽ ഫസ്ന പോയി. രോഹിത് സാർ വരക്കണം. സാറേ ഓക്കെ. സാർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സാറേ ഇതിലോട്ട് ഇങ്ങനെ വെള്ളം വരൂലേ? അപ്പോ അത് ഇങ്ങനെ താഴേക്ക് പോയി ഒരു പ്യൂരിഫയറിൽ കയറി. ഇയർഫോൺ വേണ്ട. അപ്പൊ ഇപ്പം ബോട്ടമില് ചെറിയൊരു മോട്ടോർ പോലത്തെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാച്ചാല് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന വെള്ളത്തിന് പവർ കുറച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കയറാൻ ഉയരല്ലേ? അപ്പോ അത് വേറൊരു സെപ്പറേറ്റ് ടാങ്കിലെത്തും. അപ്പൊ ഇവിടെ നമ്മളെ മറ്റേ പൈപ്പ് വെള്ളം ഇങ്ങനെ ബ്ലോക്ക് ആക്കുന്ന തിരിക്കുന്ന ഒരു സംഭവം ഇല്ലേ? അതിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇത് നമ്മളെ സാധാരണ വീട്ടിലെ കിണറ്റിന്ന് വെള്ളം വരുന്ന ടാങ്കുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും ഇത്. അപ്പോ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട ടൈമിൽ ഈ ടാങ്കെല്ലാം നിറഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട ടൈമിൽ ഇത് ഓഫ് ആക്കിയിട്ട് ഇത് ഉപയോഗിക്കാം, ഇത് തുറന്നിട്ട് ഇത് ഉപയോഗിക്കാം. ഫുള്ള് റീയൂസ് ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാ? വാട്ടർ ഫുൾ പക്ക റീയൂസ് ആണ്. പിന്നെ ഓക്കെ. അപ്പൊ ഇതില് പ്യൂരിഫയറിൽ എന്തൊക്കെയാണ്? ആ മിനറൽസ്, വാട്ടർ പ്യൂരിഫൈ ചെയ്യാനുള്ള മിനറൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ 2 വാൽവ് ആണ് വെച്ചിട്ടുള്ള. ഇവിടെ ഈ ടാങ്ക് ഫ്രീ ആണെങ്കിൽ ഇത് വാൽവ് ഓഫ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് വിടുക. അപ്പൊ 2 ഇൻപുട്ട് ഉണ്ടാവും ആ പൈപ്പിന്, ആ ടാപ്പിന്. ഒരു ടി ഷേപ്പിലുള്ള സംഭവം ഉണ്ടാവില്ലേ? അതായിരിക്കും ഇവിടെ അടിയിലുണ്ട്. ഓക്കെ. ഇതില് ഡ്രോബാക്ക് എന്താ ഉദ്ദേശിച്ചിട്ടുള്ള? ഡ്രോബാക്കാ? ഒരു അഡ്വാൻറ്റേജ്, ഒരു ഡിസ്അഡ്വാൻറ്റേജസ് പറയാം. ഒരു അഡ്വാൻറ്റേജ്, ഒരു ഡിസ്അഡ്വാൻറ്റേജ്. ഡ്രോബാക്ക് എന്ന് വെച്ചാല് ഇതിപ്പോ ഇവിടെ പ്യൂരിഫയർ എന്തെങ്കിലും കേടായാലും അങ്ങനത്തെ എന്തെങ്കിലും ആക്കിയാലും ഇതിപ്പോ മണ്ണിന്റെ അടിയിലാണല്ലേ. അപ്പൊ അതിന്റെ സർവീസ് ചെയ്യാനുള്ള ഇതെല്ലാം കുറച്ച് പാടായിരിക്കും. അതുപോലെ ഈ യൂസ് ചെയ്ത വാട്ടർ സ്റ്റോർ ചെയ്യേണ്ട ടാങ്ക് ഉണ്ടോ? അതല്ലേ ഇത് ടാങ്ക്. ഓക്കെ. വേറെ യാദവ് കംപ്ലീറ്റ് ചെയ്താ? വേറെ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്താ? അഖിൽ കെ കംപ്ലീറ്റ് ആക്കിയാ? കംപ്ലീറ്റ് ആക്കിയില്ല. ഒന്ന് വരച്ച് കൊളായി അത് മാറ്റി വരക്കണം. വരച്ച് കോളായത് നോക്കട്ടെ. ഫുൾ ആയിട്ടില്ല. നോക്കട്ടെ. ക്യാമറ റൊട്ടേറ്റ് ചെയ്യ്.
ഓക്കെ. അത് ഐഡിയ എന്ന് വെച്ചാൽ ഈ ബാത്റൂമിനും ലോണ്ടറിന്നും എല്ലാം വരുന്ന വാട്ടർ ഡയറക്റ്റ് ഒരു അടിയിലൊരു ഫിൽറ്റർ വെച്ചിട്ട് പുറത്തേക്കുള്ള മറ്റേ പ്ലാന്റ്സ് എല്ലാം വാട്ടർ ചെയ്യാനുള്ള റീയൂസിന് വേണ്ടി എടുക്കും. പക്ഷെ കംപ്ലീറ്റ് ആക്കിയില്ല. ഓക്കെ ഓക്കെ ഗുഡ്. അമൽ കംപ്ലീറ്റ് ആയാ? കംപ്ലീറ്റ് ആയി, പക്ഷേ എവിടെയോ ഒരു തകരാറ് പോലെ. അതാ ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കട്ടെ. ഇത് ഡ്രോബാക്സ് അവർ പറയും, ബാക്കിയുള്ള സ്റ്റുഡൻസ് പറയും എന്താ പ്രശ്നം എന്നുള്ളത്. എക്സ്പ്ലെയിൻ. സാർ, ഇതാണ് ഫ്രഷ് വാട്ടറിന്റെ ടാങ്ക്. ഇവിടെ നിന്നാണ് വെള്ളം വരുക. ഫ്രഷ് വാട്ടർ ഇത് അതിന്റെ വാട്ടറിൽ പോകുന്ന ഓരോ ബിൽഡിങ്. അപ്പൊ ഇവിടെ ഒരു മോട്ടർ ഉണ്ട്. ആ മോട്ടർ വഴി 3 ബിൽഡിങ്ങിലേക്കും അല്ല പോകും, ഫ്രഷ് വാട്ടർ പോകും. എന്നിട്ട് ആ യൂസ് ചെയ്ത വാട്ടർ ഈ ഒരു പൈപ്പ് ലൈനിൽ വിട്ടാ ഈ ഒരു ടാങ്കിൽ എത്തും. എന്നിട്ട് വാട്ടർ റിഫൈനർ കൊണ്ട് ഒരു മോട്ടർ വഴി റിഫൈൻ ചെയ്തിട്ട് പിന്നെയും ഫ്രഷ് ടാങ്കിൽ എത്തും. ഓക്കെ, കുറേ ഫിൽറ്ററിംഗ് പ്രൊസീജിയർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടാങ്ക് ആണോ? ഫിൽറ്ററിംഗ് ടാങ്ക് ആണോ? അതെ, ആകെ 2 ടാങ്കേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ എന്തിനാണ്? ഈ സാധനം അത് ബിൽഡിംഗ് ആണ്. ഇതൊക്കെ എന്തായിരുന്നു? ബിൽഡിംഗ് ഓരോ വീട്ടിലേക്കുള്ള. ഒരു വീട്ടിലുള്ള. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഫിൽറ്റർ ഇവിടെ പോവാണ്, കളക്ട് ചെയ്യാണ്. പിന്നെ ഇവിടെ ആ യൂസ്ഡ് വാട്ടർ ടാങ്ക്, ഈ ടാങ്കിലേക്ക് വെള്ളം പോവുക, യൂസ്ഡ് വാട്ടർ. ഓക്കെ 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 ഓക്കെ. റിഫൈനർ വഴി തിരിച്ചു. പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് അറിയാം, ഫിൽറ്ററിൽ ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾ കുറെ റീഡ് ചെയ്തിട്ട് പോകണം കേട്ടോ. എക്സാമിന് മുൻപിന് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫ്രഷ് വാട്ടർ, വേസ്റ്റ് വാട്ടർ ഫിൽറ്റർ ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, അതിനെ കുറിച്ചുള്ള നോളജ് ഒക്കെ കുറച്ച് വേണം. ഓക്കെ, അനിരുദ്ധ്. കംപ്ലീറ്റ് ആയില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. വരച്ചു തരാം, നോക്കട്ടെ. എക്സ്പ്ലെയിൻ. സാറേ, ഇത് നമ്മളെ ഫ്രഷ് വാട്ടർ ടാങ്ക് ആണ്. അപ്പോ അവിടെ നമ്മള് ഈ യൂസ് ആക്കുന്ന വേസ്റ്റ് വാട്ടർ നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകും. അപ്പൊ അവിടുന്ന് ഇത് പ്യൂരിഫയർ ആണ്. അപ്പോ പ്യൂരിഫയറിന് പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ അത് ഫ്രഷ് വാട്ടർ ടാങ്കിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെടികൾ നനക്കാനോ അല്ലെങ്കിൽ ഇപ്പോ കാർ വാഷ് ചെയ്യാൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അത് യൂസറിന്റെ ചോയ്സ് ആണ്. ഓക്കെ ഓക്കെ. ബാക്കി വേറെ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? നിഹാൽ കംപ്ലീറ്റ് ചെയ്താ? കംപ്ലീറ്റ് ആയി, എവിടെയോ എന്തൊക്കെയോ ഒരു ഇതുപോലെ. ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇത് വാട്ടർ ടാങ്കിൽ നിന്ന് നമുക്ക് ആവശ്യം ഇത് എല്ലായിടത്തും വെള്ളം യൂസ് ചെയ്തതിനു ശേഷം ഒരു വേറെ ടാങ്കിലേക്ക് പോകും. അവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ട് പ്യൂർ വാട്ടർ മോട്ടർ ഉപയോഗിച്ചിട്ട് തിരിച്ച് വാട്ടർ ടാങ്കിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, വാട്ടർ കളക്ട് ചെയ്ത് കംപ്ലീറ്റ് വാട്ടർ പിന്നെ എന്താ ചെയ്യാണ്? പ്യൂരിഫൈ ചെയ്തിട്ട് മോട്ടർ ഉപയോഗിച്ചിട്ട് തിരിച്ച് വാട്ടർ ടാങ്കിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. വേറെ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? രോഹിത് ആക്കിയെന്നെല്ലാം കേൾക്കുന്നുണ്ടോ? രോഹിത്താ? രോഹിത് കംപ്ലീറ്റ് ആക്കിയാ? രോഹിത് സാർ, ഞാൻ അഭിനവ് പറഞ്ഞ പോലെ വരച്ച നോക്കട്ടെ, ഡിസൈൻ നോക്കട്ടെ.
ഫസ്റ്റ് രോഹിത് പോയി. ഓക്കെ, സമയം പോവാണ്. നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇല്ല രോഹിത്, ഇപ്പൊ സാർ വന്നു. എന്റെ സ്ക്രീൻ അല്ലേ പറഞ്ഞ? ശിഷ്കാജ് കംപ്ലീറ്റ് ചെയ്താ? അതിന്റെ എസ് ആണോ ചോദിച്ചേ? ശിഷ്കാജ് ആയിരിക്കും സാർ. ഓക്കെ, അപ്പൊ ശിഷ്കാജ് ആണ് കാണിച്ചോ, ഡിസൈൻ കാണിക്കും ഫാസ്റ്റ്. ശിഷ്കാജ് ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് മൈക്ക് ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എങ്ങനെ സോൾവ് ചെയ്യാനുള്ളതാണ്. നമ്മൾ വെറുതെ ഇപ്പൊ സ്കെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്തൊക്കെ എഴുതണമെന്നുള്ളത് നോക്കണില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഇവിടെ എന്താണ്? ഡിസൈൻ എ ടേബിൾ ഫോർ അയണിങ് ഗവർമെന്റ്സ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഡിസൈനിങ് എ ടേബിൾ ഫോർ അയണിങ് ഗവർമെന്റ്സ്. അപ്പൊ നമ്മളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ച് നമ്മൾ എന്തെഴുതാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പ്രോബ്ലം ഡെഫിനിഷനാണ് ഫസ്റ്റ് ഒരു ഹെഡിങ് ഇട്ട ശേഷം നിങ്ങൾ ഏത് ഡിസൈൻ വന്നാലും ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലാണ് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഡെഫിനിഷൻ ചെയ്യുക. പ്രോബ്ലം ഡെഫിനിഷൻ എന്താണ്? ഇന്നോവേറ്റീവ് മെക്കാനിസം ഫോർ ആൻ അയണിങ് ബോർഡ് വിച്ച് ക്യാൻ ആഡ് വാല്യൂസ് ടു ഇറ്റ്. ഓക്കെ, ആൻ ഇന്നോവേറ്റീവ് മെക്കാനിസം. ഇവരെന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തു. എന്താ ഇന്നോവേറ്റീവ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല, ഇന്നോവേറ്റീവ് മെക്കാനിസം എന്ന് പറഞ്ഞു. ഇന്നോവേറ്റീവ് മെക്കാനിസം ഫോർ ആൻ അയണിങ് ബോർഡ്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്ത് എഴുതണം? പ്രോബ്ലം ഡെഫിനിഷൻ എഴുതണം. പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോണത്? ഈ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ പോണത്, അല്ലെ? ഡിസൈനിങ് ടേബിൾ. ഓക്കെ, അപ്പൊ ഡിസൈനിങ് ടേബിൾ എന്താണ് നമ്മൾ എഴുതിയത്? ഇന്നോവേറ്റീവ് മെക്കാനിസം ഫോർ ആൻ അയണിങ് ബോർഡ് വിച്ച് ക്യാൻ ആഡ് വാല്യൂസ് ടു ഇറ്റ്. ഓക്കെ, എഗെയിൻ എന്താണ് അതിലുള്ള ഡിസൈൻ? എന്തൊക്കെ ഡിസൈൻ ഫങ്ഷൻസ് ആണുള്ളത്? ഈസി ഹാൻഡ്ലിംഗ്, അഡ്ജസ്റ്റബിൾ ഹൈറ്റ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതണം. ഒരു വെറുതെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വെറുതെ സ്കെച്ച് വരച്ചിട്ട് പോകരുത്. ഓക്കെ, പ്രോബ്ലം ഡെഫിനിഷൻ കളഞ്ഞിട്ട് ഡിസൈൻ ഫങ്ഷൻസ് എഴുതണം. ഡിസൈൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈസി ഹാൻഡ്ലിംഗ് ആണ്, ഈ ഡിവൈസ് എന്ന് പറയുന്നത് ഈസി ഹാൻഡ്ലിംഗ് ആണ്, അഡ്ജസ്റ്റബിൾ ഹൈറ്റ് ആണ്, സൂപ്പർ ക്വിക്ക് ആൻഡ് സ്മൂത്ത് ഓപ്പറേഷൻ, ലെസ് സ്റ്റോറേജ് സ്പേസ്, ലെസ് വെയിറ്റ്, പോർട്ടബിൾ, ലാർജർ സർഫേസ് ഏരിയ. ക്ലിയർ ആണോ ഈ പോയിന്റ്സ് ഒക്കെ? ഇതൊക്കെ ഇതിനെ കുറിച്ചാണ് ചെയ്യുന്നത്. അവരൊരു കാര്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഇതാണ് അവരുടെ ഡിസൈൻ മോഡല്. അപ്പൊ ഡിസൈൻ മോഡലിൽ ഫസ്റ്റ് അവർ എന്ത് ചെയ്ത്? ഒരു ഡിസൈൻ വരയ്ക്കും മുൻപ് പ്രോബ്ലം ഡെഫിനിഷൻ എഴുതണം, എഴുതിയ ശേഷം ഡിസൈൻ ഫംഗ്ഷൻ എഴുതണം. ഡിസൈൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അവർ എഴുതിയിട്ടുള്ളത്. ഈസി ഹാൻഡ്ലിംഗ്, അഡ്ജസ്റ്റബിൾ ഹൈറ്റ്, സൂപ്പർ ക്വിക്ക് ആൻഡ് സ്മൂത്ത് ഓപ്പറേഷൻ, ലെസ് സ്റ്റോറേജ് സ്പേസ്, ലെസ് വെയിറ്റ്, എഗെയിൻ എന്താണ്? പോർട്ടബിൾ, ലാർജർ സർഫേസ് ഏരിയ ആണ് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ കൺസ്ട്രെയിൻസ്, ഡിസൈൻ കൺസ്ട്രെയിൻസ് എന്താണ്? സ്ട്രെങ്ത് ആൻഡ് വെയിറ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ആൻഡ് ഡ്യൂറബിലിറ്റി. ഡിസൈൻ ആസ്തറ്റിക്സ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ആർട്ടിസ്റ്റ് ഓറിയന്റഡ് ആണ്. ഓക്കെ, could be used by individuals of different characteristics. Okay, could be used by the individuals of different characteristics. Heat resistant board, ഇതൊക്കെയാണ് ഡിസൈൻ കൺസ്ട്രെയിൻസിലുള്ള. ഓക്കെ, സ്ട്രെങ്ത് ആൻഡ് വെയിറ്റ് മെറ്റീരിയൽ, കോസ്റ്റ് ആൻഡ് ഡ്യൂറബിലിറ്റി, ഡിസൈൻ ആസ്തറ്റിക്സ്. അങ്ങനെ എന്ന് വെച്ചാൽ വെറുതെ എന്താണ്? വെറുതെ ഒരു പ്ലെയിൻ മോഡൽ അല്ല, ഒരു ആർട്ടിസ്റ്റ് ബേസ്ഡ് മോഡലാണ്. Okay, could be used by individuals of different characteristics, heat resistant board. Okay, പിന്നെ അഗൈൻ എന്താണ്? ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബോക്സിൽ എന്തൊക്കെയാണ് അവർ എഴുതിയിട്ടുള്ള? മെറ്റീരിയൽ അഡ്ജസ്റ്റബിൾ മെക്കാനിസം. എന്തൊക്കെയാണ്? അലുമിനിയം ഫോൾഡ് ഇൻറ്റു സ്മോൾ സൈസ്, അലോയ്സ് അയൺ അൺസ്ക്രൂ ആൻഡ് ഡിറ്റാച്ച്, മേക്കിംഗ് ഇൻറ്റു അനദർ ഫോം ആസ് ഷെൽഫ്സ്, സക്ഷൻ കപ്സ് ആർ യൂസ്ഡ്, iron box handling, iron mat, rotating caddy, special designer metal neck, wall mounted iron holder. Special features: facility to hold the ornaments, 5 segmented rotatable, could be used for different purposes, easy storage, can use and non-porous surfaces. ഈ വാഡിങ്സ് ഒക്കെ കാണുമ്പോൾ പേടിക്കേണ്ട കേട്ടോ. ഇത് ഒരാൾ യൂസർ ആണ്, അയാൾ എഴുതിയിട്ടുള്ള വാഡിങ്സ് ആണ്. ഓക്കെ, ഡിസൈൻ അതിലുള്ള ഫ്യൂച്ചേഴ്സിന് എന്ത് ചെയ്തു? ഒരു ടേബിളർ കോളം യൂസ് ചെയ്തുള്ളത് എഴുതിയവർ. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്തത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എന്ത് മെക്കാനിസം ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അയൺ ബോക്സ് എങ്ങനെയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അയൺ ബോക്സ് ഇവിടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇവര് അയൺ മാറ്റ് ഉണ്ട് അവിടെ. ഓക്കെ, റൊട്ടേറ്റിംഗ് ക്യാഡി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്താണ്? സ്മോൾ സ്പെഷ്യൽ ഡിസൈനർ മെറ്റീരിയൽ
ട്രാക്ക് വെച്ചിട്ടുണ്ട്, വാൾ മൗണ്ടഡ് അയൺ ബോക്സ് ഹോൾഡറും വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഡിസൈൻ വരയ്ക്കുക. ഇതാണ് അവരുടെ ഡിസൈൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മോഡിഫൈഡ് ഡിസൈൻ എഴുതിയിട്ടുണ്ട്. മോഡിഫൈഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദ അയണിംഗ് ബോർഡ് ക്യാൻ ബി മെയ്ഡ് വിത്ത് അലുമിനിയം ജോയിന്റ്സ്, മോർ സ്ട്രെങ്ത് ആൻഡ് ലെസ് വെയ്റ്റ്സ്. ഓക്കെ, മോസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ അയണിംഗ് ബോർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അയണിംഗ് ബോർഡ് എന്ന് വെച്ചാൽ എന്താണ്, അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോർഡ്സ് ആണ്. ഓക്കെ, ടേബിൾ അയണിംഗ് ബോർഡിന് മാത്രം തനിച്ചുണ്ട്. ഓക്കെ, ദെൻ എന്താണ്, ഈ റൊട്ടേറ്റിംഗ് കാഡി അറ്റാച്ച്ഡ് ദ ബോർഡ് ഫോർ ഈസി ആൻഡ് സേഫ് ഹാൻഡ്ലിംഗ് അയൺ ബോക്സ് വിത്തൗട്ട് ഗെറ്റിംഗ് ദ കേബിൾസ് ടാങ്കിൾഡ്. ഓക്കെ, then എന്താണ്, ironing board is 5 segmented, can be rotated, which could be make ironing much easier and smooth. The clothes could be put on segmented ironing board, and after ironing one side, the board is rotated and the other side is ironed. Okay, the ironing board is 5 segmented, can be rotated, which make the ironing much easier and smooth. The clothes could be put on. ഇതെന്താണ്, അയാളുടെ ഐഡിയയാണ്. നിങ്ങൾ ഈ വാഡിങ്സ് കണ്ട് പേടിക്കല്ലേ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അയാൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അയണിംഗ് ബോർഡിന്റെ ഫങ്ഷനാലിറ്റീസ് ആണ് അയാൾ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്നല്ല. ഓക്കെ, നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ ഡിസൈൻ കാണിച്ചല്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡിസൈൻ അഭിനവിന്റെ ഒരു ഡിസൈൻ കാണിച്ച്, അഭിനവ് എന്താണ് പറയുക, അഭിനവിന്റെ ഫീച്ചേഴ്സും എഗെയിൻ എന്താണ് സെവിൻ നികാലൊക്കെ കാണിച്ചതിന്റെ ഡിസൈനിന്റെ ഫീച്ചേഴ്സും വേറെയാണ്. ഓക്കെ, അഭിനവിന്റെ ഇതിൽ എന്താണ്, വയർ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് മാത്രമാണ് വെച്ചിരിക്കുക. അപ്പൊ അതിനെ കുറിച്ചാണ് അഭിനവ് എഴുതേണ്ടത്. ഓക്കെ, പക്ഷെ മറ്റവരാണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, ആ ബട്ടൺ പ്രസിംഗ് സിസ്റ്റത്തിൽ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് മെക്കാനിസം ഉള്ളത്, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വർക്ക് ആവുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ഡിസൈൻ വെച്ചതെന്നുള്ള എക്സ്പ്ലനേഷൻ ഫുൾ എഴുതണം. ഓക്കെ, പിന്നെ സാലിക്കിന്റെ ഡിസൈനിൽ എന്താണ്, സാലിക് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് സാലിക് മാഗ്നറ്റ് ഒക്കെ യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാലിക് എഴുതേണ്ടത്. ഓക്കെ, again എന്താണ്, it is also provided with a special slot to play small music system in it like iPads and iPods. ഇത് ഈ സാധനം മനസ്സിലായോ? എന്താണ്, അയണിംഗ് ബോർഡ് മാത്രമല്ല, വേണമെങ്കിൽ എന്താണ് സ്മോൾ മ്യൂസിക് സിസ്റ്റം അതിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യൽ സ്ട്രക്ചർ ഫോർ ഹോൾഡിംഗ് ഹാർമൻസ് ആൾസോ പ്രൊവൈഡഡ്. ഇതെങ്ങനെയാണ്, അയണിംഗ് ബോർഡ് എന്ന് പറയുമ്പോൾ അയൺ ചെയ്യാൻ മാത്രമല്ല, അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം അതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. എഗെയിൻ എന്താണ്, കോർമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്ത് വയ്ക്കാം, ഹോൾഡ് ചെയ്ത് ഇടാം. ഓക്കെ, ദെൻ എന്താണ്, ദ ഹൈറ്റ് ഓഫ് ദ ബോർഡ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ ദ ലോക്സ് പ്രൊവൈഡഡ് ബൈ ദ സപ്പോർട്ട് അലുമിനിയം റോഡ്സ്. മനസ്സിലായ, ഒരു പ്രൊജക്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാനുള്ളത് കാര്യം മനസ്സിലായ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫിഗർ മാത്രമല്ല, ഒരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടിയ എങ്ങനെ എഴുതുന്നതിനുള്ള കാര്യം കിട്ടിയ സാധനം കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി ഒരു പ്രൊജക്ട് കൂടി നോക്കാം. ഓക്കെ, ഇനി ഒരു പ്രൊജക്ട് എന്താണ്, ഡിസൈൻ എ മോഡിഫിക്കേഷൻ ഫോർ യുവർ ട്രബിൾ ബാഗ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് അവർ എന്ത് ചെയ്ത്, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതി. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഡിസൈൻ ഓഫ് ട്രാവൽ ബാഗ് ഷുഡ് ബി മോഡിഫൈഡ് ആഡ് ടു വാല്യൂ ഇറ്റ്. ഓക്കെ, ഇവരെന്താ പ്രോബ്ലം ചെയ്യാൻ പോണത്, ഡിസൈൻ എ ട്രാവൽ ബാഗ്. ഓക്കെ, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യമാണ്. ഓക്കെ, ദെൻ ഡിസൈൻ ഫങ്ഷൻസ്, സ്റ്റോറേജ് ഓഫ് ഓൾ എസെൻഷ്യൽസ്, മോർ കമ്പാർട്ട്മെന്റ് ടു യൂസ് സ്പേസ് എഫക്റ്റീവ്ലി, ഡിറ്റാച്ചബിൾ പോക്കറ്റ്സ് ആൻഡ് പ്രൊഫഷണൽ ടു ഹാങ് ദ ബാഗ്. ഇത് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കുറെ ബാഗ് ഡിസൈൻ പറഞ്ഞതല്ലേ. ഡിറ്റാച്ചബിൾ പാക്കറ്റ്സ് പറഞ്ഞായിരുന്നോ? ഡിറ്റാച്ചബിൾ പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റാച്ചബിൾ പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്ട്രാ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്താണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുക. എത്ര നമ്മളുടെ സ്പേസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോളേജിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്പാർട്ട്മെന്റ് മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 1 കമ്പാർട്ട്മെന്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഒരു 5 തന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ എന്താണ്, എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യാം, കമ്പാർട്ട്മെന്റ് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളതാണ് ഇത്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു സോൾവ് ചെയ്തത് ഗൂഗിൾ ക്ലാസ് റൂമിൽ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്ത് നോക്കണം. ഓക്കെ, നിങ്ങൾ അറ്റൻഡൻസ് ഒക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യോ.